നമസ്കാരം. പലസ്തീൻ യുദ്ധത്തെക്കുറിച്ച് വീണ്ടും പറയാതെ കഴിയില്ല എന്ന നിലയിലായിരിക്കുന്നു. മരിച്ച പലസ്തീൻകാരുടെ എണ്ണം 37,000 പിന്നിട്ടു. ഗസയിൽ ഇപ്പോൾ ശേഷിക്കുന്ന ബഹുഭൂരിപക്ഷം ജനതയും കൊടും പട്ടിണിയിലാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം പറയുന്നു. യുദ്ധം തുടങ്ങിയ സമയത്ത് 500 ട്രക്കുകളിൽ വരെ കാരുണ്യം എത്തിയെങ്കിൽ ഇപ്പോഴത് 98 ആയിരിക്കുന്നു. 1/5 പോലും സഹായം പലസ്തീന് കിട്ടാത്ത ഈ സമയത്ത് അതിലേറെ ഭീതിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ദിവസവും രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെ ട്രക്കുകൾ എത്തിക്കുന്നതിനായി ഒരു പാത തുറന്നിടാൻ വെടിനിർത്തൽ നടപ്പാക്കുമെന്ന് ഇസ്രായേലി സൈന്യം പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഇല്ലെന്നും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നും പറയുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും. ഇസ്രായേലി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പോലും കൈവിട്ടുപോയ ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഇതോടെ വെളിപ്പെട്ടത്. അവിടെ സമാധാന കരാർ ഇറക്കാൻ അമേരിക്കയും ഐക്യരാഷ്ട്ര സംഘടനയും ശ്രമിച്ചാൽ എങ്ങനെ ഫലിക്കും? പലസ്തീൻ ജനത നേരിടുന്ന നിഷ്ഠൂരമായ ആക്രമണങ്ങളിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. വെടിനിർത്തൽ കരാറിൽ ഇപ്പോൾ ഒപ്പുവീഴും എന്ന് അമേരിക്ക പറയാൻ തുടങ്ങിയിട്ട് ആഴ്ച 4 ആയി. 3 ഘട്ടമായി നടപ്പാക്കുന്ന കരാറാണ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വച്ചത്. ആദ്യം താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം. അത് നടപ്പാക്കുന്നു എന്ന് ഉറപ്പിക്കാൻ ഏതാനും ബന്ദികളെ ഇരുപക്ഷവും മോചിപ്പിക്കുന്നു. 2ാം ഘട്ടമായി ഇരുവശവും ചർച്ചകൾ ആരംഭിക്കുന്നു. 3ാം ഘട്ടത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ. ഈ നിർദ്ദേശം സ്വാഗതം ചെയ്ത് ആദ്യം പ്രസ്താവന ഇറക്കിയത് ഹമാസ് ആണ്. ഇതുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യം വെച്ച് അസംഭവ്യം എന്ന് തോന്നിയ കാര്യമാണ് ഹമാസ് സമ്മതിച്ചത്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു കരാർ ചർച്ചയിൽ ഉണ്ടെന്ന് പോലും സമ്മതിച്ചതുമില്ല. ഇസ്രായേലി രാഷ്ട്രീയ സാഹചര്യത്തിൽ വെടിനിർത്തൽ എന്ന വാക്ക് മിണ്ടാൻ കഴിയില്ല എന്നതാണ് പച്ചപ്പരമാർത്ഥം. ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദിവസവും പറയുന്നത്. തീവ്ര പലസ്തീൻ വിരുദ്ധ വികാരം ഉണർത്തി വോട്ട് പിടിച്ച് ജയിച്ചു വന്ന ഭരണകൂടമാണ്. വർഗീയത ഇളക്കിവിട്ട് ജനഹിതം നേടിയവർക്ക് ഇപ്പോൾ പിന്മാറാനാകില്ല. അധികാരം മാത്രമല്ല, സ്വന്തം ജീവൻ പോലും കൈവിട്ടു പോകും എന്ന സ്ഥിതി. ഇനി ഹമാസ് ഇല്ലാതായി എന്ന് പ്രഖ്യാപിക്കും വരെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത രാഷ്ട്രീയ കത്രികപ്പൂട്ടിലാണ് ഇസ്രായേലി ഭരണകൂടം. ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ തലവൻ സാച്ചി ഹാനഗ്ബി പറഞ്ഞതു നോക്കൂ. ഇനിയും 7 മാസം കൂടി യുദ്ധം തുടരുമെന്നാണ് പ്രഖ്യാപനം. ആ 7 മാസം കൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാണ്. ഹമാസിനെ ഇല്ലാതാക്കുക. ഹമാസ് എന്നാൽ ആരാണ്? അതിപ്പോൾ പലസ്തീന്റെ സൈന്യം മാത്രമല്ല, ആ ജനത മുഴുവനുമാണ്. ഇപ്പോൾ മുറിവേൽക്കുന്നതിലും മരിക്കുന്നതിലും കൂടുതൽ കുട്ടികളും അമ്മമാരുമാണ്. സുരക്ഷാ കൗൺസിൽ തലവൻ പറയുന്നു, 7 മാസം എന്നത് ഹമാസിനെ തുടച്ചു നീക്കാനുള്ള കാലാവധിയാണ്. അങ്ങനെ ഇല്ലാതാക്കുന്നത് തോക്കേന്തിയവരെ മാത്രമല്ല, ഭാവിയിൽ തോക്കെടുക്കാൻ സാധ്യതയുള്ള കുട്ടികളെയാണ്. ഇനി കുട്ടികളെ പ്രസവിച്ചേക്കാവുന്ന സ്ത്രീകളെയും അതിനൊപ്പം ഇല്ലാതാക്കുന്നു. ഇസ്രായേൽ ഇപ്പോൾ പറയുന്ന 7 മാസം വംശഹത്യ പൂർത്തിയാക്കാനുള്ള കാലാവധിയാണെന്ന വിമർശനം ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ്. ശരിക്കും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഉയർന്ന കരാർ ഹമാസ് അംഗീകരിച്ചതാണ്. സമാധാനത്തിനുള്ള വഴി തെളിയുകയും ചെയ്തിരുന്നു. എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധവിരാമം ഇല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. സ്വന്തം വിളിപ്പുറത്തുള്ള ഇസ്രായേലിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത കരാറുമായാണ് അമേരിക്ക ഐക്യരാഷ്ട്ര സംഘടനയുടെ അരങ്ങിൽ എത്തിയത്. പ്രതിരോധ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയുന്നത് ഇസ്രായേൽ അംഗീകരിച്ചു, ഹമാസ് എതിർക്കുന്നു എന്നാണ്. തെരഞ്ഞെടുപ്പ് നേരിടുന്ന ജോ ബൈഡനും പറയുന്നു കരാർ അംഗീകരിക്കാത്തത് ഹമാസ് ആണെന്ന്. ബെഞ്ചമിൻ നെതന്യാഹുവിനും ജോ ബൈഡനും ഈ പ്രസ്താവന രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഉപാധിയാണ്. മറിച്ചു പറഞ്ഞാൽ വോട്ട് കിട്ടില്ല എന്നതാണ് സ്ഥിതി. അല്ലെങ്കിൽ തന്നെ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്ത് എന്ത് സമാധാനമാണ് സാധ്യമാവുക? 2ാം ലോക യുദ്ധാനന്തരം ലീഗ് ഓഫ് നേഷൻസ് ഇല്ലാതായതിന് സമാനമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയും നേരിടുന്നത്. യുക്രൈൻ യുദ്ധത്തിലും പലസ്തീൻ യുദ്ധത്തിലും പ്രസ്താവന ഇറക്കാനല്ലാതെ സംഘടനയ്ക്ക് മറ്റൊന്നും കഴിയുന്നില്ല.
അമേരിക്ക കൊണ്ടുവരുന്ന പ്രമേയം തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക നിലപാടായി മാറുന്ന സ്ഥിതിയാണ്. സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും അതൊന്നും ബാധിക്കാതെ യുദ്ധവും വ്യാപാരവും നടത്തുന്ന റഷ്യയെ നമ്മൾ കണ്ടു. എത്ര മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഗസയിൽ വഴികളെല്ലാം കൊട്ടിയടച്ച് തീ വർഷിക്കുന്ന ഇസ്രയേലാണ് ഇപ്പോൾ മുന്നിൽ. ആയുധങ്ങളെല്ലാം കൈവിട്ടുപോയ ലോകമാണെന്നതിന് ഇതിനപ്പുറം എന്ത് തെളിവ് വേണം? സ്പോട്ട്ലൈറ്റ് നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.